ഗൂഢാലോചന എത്ര ശക്തമായിരുന്നു എന്നതിന് തെളിവാണത്. ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത് എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിരുന്നു. പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സിവിൽ ജഡ്ജ് ജാമ്യം അനുവദിച്ചു. ഒരു വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ രാത്രിയിൽ ഒളിച്ചുപോയി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയ വിഷയമല്ലെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 47ാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത്തരം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്ത് മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ചട്ടമുണ്ടായിരിക്കവേ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്നും ഇതൊരു ഇല്ലീഗൽ അറസ്റ്റ് ആണെന്നും കോടതി കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. ഷർട്ട് പോലും ധരിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചതുമൊക്കെ മുഖ്യമന്ത്രി അറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാജി സ്കറിയെ അറസ്റ്റ് ചെയ്തത്. അത് വലിയ വാർത്തയായി. ഇതിന് കാരണം അദ്ദേഹം ഷർട്ടിടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും സിനിമയിൽ എന്ന പോലെ അദ്ദേഹം പോലീസ് വണ്ടിയിൽ നിന്നുകൊണ്ട് പിണറായി സത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അതെല്ലാം തന്നെ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് പിണറായി വിജയന് വലിയ തിരിച്ചടിയായി മാറിയത്. നാണക്കേടായി പിണറായി വിജയന്. ഇങ്ങനെ ഇദ്ദേഹത്തെ വലിച്ചഴിച്ച് മോശമാക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ആരാണ്? യഥാർത്ഥത്തിൽ പിണറായി ആണോ? അല്ല, പിണറായി അല്ല എന്ന് ഷാജി സ്കറിയ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പി ശശിയാണ്. കാരണം പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പത്രപ്രവർത്തകരെ ഇതേപോലെ ചാനലുകാരെ പ്രകോപിപ്പിക്കുക, മാക്സിമം പിണറായിക്കെതിരെ വാർത്ത ചെയ്യിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിലാണ് പി ശശി ഇത്തരത്തിൽ ഷാജി സ്കറിയക്കെതിരെ ഒരു കള്ളക്കേസ് തിരുവനന്തപുരം സൈബർ പോലീസിനെ കൊണ്ടെടുപ്പിച്ചിട്ടുള്ളത്. ഇതേ സൈബർ പോലീസ് തന്നെയാണ് ഒരു കള്ളക്കേസ് എൻ്റെ പേരിലും അടുത്ത കാലത്ത് എടുത്തിട്ടുള്ളത്. അതിൽ എനിക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് നോട്ട് അറസ്റ്റ് വന്നു. കാരണം അത് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കാവുന്നൊരു കേസല്ല. ആ വകുപ്പുകൾ പോലും അതിന് യോജിച്ചതല്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു കള്ളക്കേസായിരുന്നു. ഇതേപോലെ തന്നെ വിൻസ് മാത്യുവിനെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ അറസ്റ്റ് ചെയ്തത് അന്നും ഇതേപോലെ തന്നെ ഒരിക്കലും നിലനിൽക്കാത്ത ആൾജാമ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടാവുന്നൊരു കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വരികയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കൽപ്പറ്റയിൽ കൊണ്ട് അവിടെയും കേസ് നിലനിൽക്കുന്നതിൽ അവസാനം പോലീസ് അവിടെ നിന്ന് തന്നെ കോടതി രാത്രി അദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഇതേപോലെ ഷാജി സ്കറിയയെ ഹാജരാക്കിയപ്പോൾ ഷാജി സ്കറിയയ്ക്കും ജാമ്യം കിട്ടി. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. പിണറായി വിജയനെതിരെ ആരൊക്കെ ശബ്ദിക്കുന്നു അവരെയൊക്കെ ഇത് മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരം സൈബർ പോലീസിനെ പി ശശി പ്രത്യേകം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് ചില പോലീസ് ഓഫീസർമാരെ നിയമിച്ചിരിക്കുകയാണ്. അവിടുത്തെ ACP അല്ല ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുകയാണ്. അവിടെയുള്ള ചില ഒരു CAയും ഒരു തിരുവനന്തപുരം DCPയും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പി ശശിയുടെ വാലാട്ടികളായി കള്ളക്കേസുകൾ എടുക്കുന്നത് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഷാജി സ്കറിയയ്ക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഷാജി സ്കറിയ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് കൃത്യമായി നിർദ്ദേശം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ പോലീസ് ഓഫീസർമാർ പ്രവർത്തിച്ചുള്ളത്. ഷാജി സ്കറിയയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ കൃത്യമായി പി ശശിയുടെ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു പ്യുവറായുള്ള കള്ളക്കേസാണ്. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള അറസ്റ്റാണ്. തീർച്ചയായും ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശമായ രൂപത്തിൽ ഒരു പ്രമുഖനായ പത്രപ്രവർത്തകനെ വളരെ മോശമായ രൂപത്തിൽ ഡ്രസ്സ് പോലും ധരിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കൂടെ വയസ്സായ മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത പ്രാകൃതമായ കിരാതമായ നടപടിയിലൂടെ പിണറായി വിജയനെ മോശപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പി ശശിക്കുള്ളത്. അത് മാക്സിമം ആര് ചെയ്തു? അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു. ഉണ്ട ചോറിന് നന്ദി കാണിക്കുകയാണ് എന്നുള്ളതിന് കണക്കായി അവർ ഷാജി സ്കറിയയെ എല്ലാ തരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ബ്രൂട്ടലായി ഉപദ്രവിക്കാനുള്ള നിർദ്ദേശമായിരുന്നെങ്കിലും പോലീസുകാർ അതനുസരിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ നാറി പിണറായി വിജയൻ, ഇനി നാറാൻ ബാക്കിയൊന്നുമില്ല. എന്നിട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഷാജി സ്കറിയ ഇന്നലെ തൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന് റൈറ്റുള്ള സാധനമാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ പൂർണ്ണമായി എടുക്കുന്നത്. നമസ്കാരം. യുദ്ധത്തിൽ വേണ്ടതുപോലെ ചർച്ചയാകാതെ പോയൊരു വാർത്തയാണ് അർദ്ധരാത്രിയിൽ മറുനാടനെ വേട്ടയാടിയ കേരള പോലീസിൻ്റെ നീക്കങ്ങൾ. ആ സംഭവം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന അതേ രാത്രിയിലാണ് ഇന്ത്യ പാകിസ്ഥാന് തക്ക തിരിച്ചടി കൊടുക്കുന്നത്. അതോടുകൂടി പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് പോലും അപ്രസക്തമായി. വാസ്തവത്തിൽ നിപ്പ കേരളത്തിൽ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. ആ വാർത്ത അറിയാത്തവരാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ പിണറായിയുടെ പോലീസ് ചെയ്ത നിയമവിരുദ്ധമായ മറുനാടൻ വേട്ടയുടെ പശ്ചാത്തലം അന്വേഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട്
ഞങ്ങളതിന് പിന്നാലെ പോയിരുന്നു. അർദ്ധരാത്രിയിൽ മറുനാടനെ വേട്ടയാടി ജയിലിൽ അടയ്ക്കാനുള്ള ഗൂഢാലോചന വാസ്തവത്തിൽ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ എന്തിനേറെ DGPയോ അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുകയും അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. 2023 മറുനാടനെതിരെ 2 ഡസനിലേറെ കള്ളക്കേസുകളെടുത്ത് വേട്ടയാടി ജയിലിലടയ്ക്കാൻ ശ്രമിച്ച് സുപ്രീം കോടതി വരെ പോയി പോരാടി വിജയം കൈവരിച്ച മറുനാടനെ വീണ്ടും ആക്രമിക്കാൻ തൽക്കാലം സർക്കാർ പദ്ധതി ഇട്ടിരുന്നില്ല. അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാം എന്നതായിരുന്നു സർക്കാരിന്റെ നയം. എന്നാൽ അതിനിടയിൽ ചില നാടകീയമായ നീക്കങ്ങൾ നടക്കുകയും അജിത് കുമാർ ADGP ആയിരുന്നപ്പോൾ സാധിക്കാതെ പോയത് ഇപ്പോൾ സാധിച്ചു തരാം എന്ന് കരുതി ഒരു മുതിർന്ന CPM നേതാവ് രംഗത്തിറങ്ങുകയും ചെയ്തു. അജിത് കുമാറും പിണറായിയും ചേർന്ന് മറുനാടനെ രക്ഷിച്ചു എന്ന പേരുദോഷം മാറ്റാൻ വേണ്ടി CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ജോയിക്ക് മറുനാടനോടുള്ള വ്യക്തിപരമായ വിരോധം എന്തെന്ന് വ്യക്തമല്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വ്യക്തിബന്ധമുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില വാർത്തകൾ വന്നതിന്റെ തുടർച്ചയായി നടന്ന ഓപ്പറേഷനാണോ അതോ മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മറുനാടനെ വേട്ടയാടി ജയിലിൽ അടച്ചാൽ പിണറായിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ കഴിയും എന്ന് കരുതി ജോയ് രംഗത്തിറങ്ങിയതാണോ എന്ന് വ്യക്തമല്ല. എന്നാലും ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് അതീവ ജാഗ്രതയോടെയായിരുന്നു. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ അനേകം PR ഉള്ള ഒരു ഓഫീസറായ നിയാസിനെയാണ് ഈ ദൗത്യം ജോയി ഏൽപ്പിക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് സൈബർ പോലീസിന്റെ SHO കൂടിയായ ACP ഷാനി ഖാനാണ്. സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടറെ മാറ്റി പകരം നിയാസിനെ നിയോഗിച്ചത് വേട്ടയുടെ 2 ദിവസം മുമ്പ് മാത്രമാണ്. ഇൻസ്പെക്ടർ നിയാസും ACP ഷാനി ഖാനും ആലോചിച്ചാണ് നീക്കങ്ങൾ നടത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു പരാതി കേവലം ഡിഫേമേഷൻ മാത്രമാണ്, അതിന്റെ പേരിൽ കേസെടുക്കാൻ സാധ്യമല്ല എന്ന് സൈബർ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥനെ മാറ്റി നിയോഗിച്ച് ഈ വേട്ടയ്ക്ക് ACP ഷാനി ഖാനെ ഉപയോഗിച്ച് ജോയി രംഗത്ത് വരുന്നത്. ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്ന ഇര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ അവർക്ക് പരിശീലനം കൊടുത്ത് നിയമപരമായി നിലനിൽക്കുന്ന തരത്തിൽ പോലീസ് ആഗ്രഹിക്കുന്ന വകുപ്പ് ചേർക്കാവുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താണ് പോലീസ് കേസ് മുറുക്കുന്നത്. അങ്ങനെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പും അശ്ലീല സംപ്രേഷണം എന്ന വകുപ്പുമൊക്കെ ഇതിൽ ചേർക്കുന്നത്. പോലീസ് തന്നെ ആ വകുപ്പ് ചേർക്കാൻ പരാതിക്കാരിയെ കൊണ്ട് മൊഴി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പരാതിക്കാരിയുടെ പരാതിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് മൊഴിയിൽ ഉൾപ്പെടുത്തിയത്. തുടർന്ന് മറുനാടൻ ഓഫീസ് പരിശോധിക്കാനും ഇവിടുത്തെ ഉപകരണങ്ങളൊക്കെ പഴയതുപോലെ പിടിച്ചെടുക്കാനും പോലീസ് ഗൂഢാലോചന നടത്തി. 2023 സംഭവിച്ചതുപോലെ എല്ലാ കമ്പ്യൂട്ടറുകളും കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ കോടതി അതിന് അനുമതി കൊടുത്തില്ല. മറുനാടൻ ഓഫീസിൽ സെർച്ച് നടത്താൻ അനുമതി കൊടുത്തെങ്കിലും കർശനമായ നിയന്ത്രണങ്ങളാണ് കോടതി ഏർപ്പെടുത്തിയത്. ഇതോടുകൂടി ആ കോടതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹാജരാക്കിയാൽ ഒരുപക്ഷെ ജാമ്യം കൊടുത്തേക്കും എന്ന ആശങ്ക പോലീസിനുണ്ടായി. ആ കോടതിയിലെ ജഡ്ജി അവധിയെടുക്കുന്ന ദിവസം കാത്തിരുന്നു. ജഡ്ജി അവധിയെടുക്കുകയും പകരം ഒരു സിവിൽ ജഡ്ജ് ചുമതലയേൽക്കുകയും ചെയ്ത ദിവസം തക്കം പാർത്തിരുന്ന് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുകയായിരുന്നു. ഈ സമയത്ത് ഞാൻ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണെന്ന് പോലീസ് എന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കുന്നു. CI നിയാസിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് ഉൾപ്പെട്ട ഒരു സംഘത്തെ മഫ്തിയിൽ ഒരു സ്വകാര്യ ഇന്നോവയിൽ ഇടുക്കിയിലേക്ക് അയക്കുകയാണ്. ഈ സ്വകാര്യ ഇന്നോവ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ DCP അഡ്മിൻ സാഹിറിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. സാഹിറിന്റെ സ്വകാര്യ ഇന്നോവയാണ് നിയാസിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ പേരുകെട്ട ഷാഡോ പോലീസുകാരൻ സമീർ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത്. സാഹിറിന്റെ ഇന്നോവ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നാട്ടിൽ അമ്മയ്ക്കും അപ്പനും ഒപ്പമാണെന്ന് അവർ തിരിച്ചറിയുന്നു. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ കോടതിയിൽ ഹാജരാക്കാനായിരുന്നു നീക്കം. എന്നാൽ ഏതാണ്ട് 4 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എരുമേലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. ഫോൺ ട്രാക്ക് ചെയ്യുന്ന സൈബർ പോലീസിലെ സംഘം എന്നെ പിടിക്കാൻ പോയ സംഘത്തെ അറിയിക്കുന്നു, എരുമേലിയിൽ നിന്നും പത്തനംതിട്ട വഴി തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു യാത്ര പുറപ്പെട്ടിരിക്കുന്നെന്ന്. ഇതോടെ റൂട്ട് മാറ്റി പിടിച്ച് എന്റെ വാഹനത്തിന് പിന്നാലെ എത്താൻ പോലീസ് ശ്രമം നടത്തുന്നു. ഇതിനിടയിൽ ആയൂരിൽ ഒരു ബന്ധുവീട്ടിൽ പോവേണ്ടി വന്നപ്പോൾ പോലീസ് ആശയക്കുഴപ്പത്തിലായി. ഞാൻ ഡീസൽ അടിക്കാൻ കയറിയ പമ്പിൽ പോയി പരിശോധന നടത്തിയാണ് പോലീസ് വീണ്ടും പിന്നാലെ വിട്ടത്. അങ്ങനെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ നിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് പിടിച്ചുകൊണ്ടുപോരുകയായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വീട്ടിൽ കയറിയ അതേ സമയത്ത് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട CPMന്റെ UK-യിലുള്ള ദല്ലാൾ അറസ്റ്റ് വിവരം പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഗൂഢാലോചന എത്ര ശക്തമായിരുന്നു എന്നതിന് തെളിവാണത്. ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത്
എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിരുന്നു. പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സിവിൽ ജഡ്ജ് ജാമ്യം അനുവദിച്ചു. ഒരു വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ രാത്രിയിൽ ഒളിച്ചുപോയി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയ വിഷയമല്ലെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 47ാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത്തരം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്തു മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ചട്ടമുണ്ടായിരിക്കവേ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്നും ഇതൊരു ഇല്ലീഗൽ അറസ്റ്റ് ആണെന്നും കോടതി കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. ഷർട്ട് പോലും ധരിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചതുമൊക്കെ മുഖ്യമന്ത്രി അറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന മുഖ്യമന്ത്രി തലേദിവസം നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഈ വിവരം അറിഞ്ഞേയില്ല. രാവിലെ എണീറ്റ് വിവരമറിഞ്ഞ് DGP വിളിച്ചപ്പോൾ DGPക്ക് ഇതേക്കുറിച്ചൊരു ധാരണയുമില്ല. അപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിന്നെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിനെയാണ്. മനോജ് തലേദിവസം തന്നെ കാര്യം അറിഞ്ഞെങ്കിലും ഇതിന്റെ പിന്നിലെ ഓപ്പറേഷൻ എന്തെന്ന് മനോജിനും അറിയുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരും ഈ വിവരം അറിഞ്ഞില്ല എന്നാണ് മനോജ് മുഖ്യമന്ത്രി അറിയിച്ചത്. തുടർന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. തുടർന്ന് DGP അർദ്ധരാത്രിയിൽ ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ മറുനാടനെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഔദ്യോഗികമായി ഒരു പ്രത്യേക സർക്കുലർ DGP ഇറക്കിയിട്ടുണ്ട്. ഇനി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സമൂഹത്തിന് ഭീഷണിയല്ലെങ്കിൽ ആ ക്രൈം അവർ ഉടനടി ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 47ാം വകുപ്പ് അനുസരിച്ച് അവർക്ക് നോട്ടീസ് കൊടുക്കണം എന്നാണ്. വളരെ കൃത്യമായി ഈ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് സമാനമായൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. രണ്ടുപേരെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തത് അസാധുവാക്കിക്കൊണ്ട് ചട്ടം പാലിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതിയും അനാവശ്യമായ അറസ്റ്റുകൾക്കെതിരെ നിയമവിരുദ്ധമായ അറസ്റ്റുകൾക്കെതിരെ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇനി ആരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ചട്ടം പാലിക്കണം എന്ന് പറഞ്ഞ് DGP ഉത്തരവിറക്കിയതുപോലും മറുനാടനെ അർദ്ധരാത്രിയിൽ വേട്ടയാടിയതിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. മുഖ്യമന്ത്രി പോലും അറിയാതെ DGP പോലും അറിയാതെ മറുനാടനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയ DCP സാഹിറും ACP ഷാനി ഖാനും CI നിയാസും അടങ്ങുന്ന സംഘത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമോ, അന്വേഷണം ഉണ്ടാവുമോ? പിണറായിയുടെ പോലീസ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത വിരളമാണ്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി വീടിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം കൊടുക്കാനുള്ള നിയമബോധമുണ്ടായിരുന്ന, ഭരണഘടനാ ബോധമുണ്ടായിരുന്ന ആ സിവിൽ ജഡ്ജിനെ കുറിച്ച് താരതമ്യേന ജൂനിയറായ ഒരു ജഡ്ജാണ്, പകരം ചുമതലയുണ്ടായിരുന്ന ഒരു സിവിൽ ജഡ്ജാണ്. സാധാരണഗതിക്ക് തൽക്കാലത്തേക്ക് റിമാൻഡ് ചെയ്യാൻ മാത്രമേ ഉത്തരവിടാറുള്ളൂ. അതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടലും. എന്നാൽ പ്രഗത്ഭ അഭിഭാഷകനായ ശ്യാം ശേഖർ ഒരു വ്യക്തിയുടെ പൗരാവകാശം സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ആർട്ടിക്കിൾ 21 ചൂണ്ടിക്കാട്ടി വാദിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യമാവുകയും വസതിയിൽ വെച്ച് തന്നെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്ത ആ സിവിൽ ജഡ്ജിന്റെ നീതിബോധത്തിന് മുമ്പിൽ കൂപ്പുകൈ. നീതിബോധമുള്ള ഇത്തരം സിവിൽ ജഡ്ജിമാർ നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് പുതിയ തലമുറയിൽ നിന്നും എത്തുന്നു എന്നത് പ്രതീക്ഷാ നിർഭരമാണ്.